യുഎസിലെ വിദേശ പൗരന്മാർക്കും യുഎസിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും നികുതി നിരക്കുകൾ ഇരട്ടിയാക്കുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ കമ്പനികൾക്കെതിരെ വിദേശ രാജ്യങ്ങൾ വിവേചനം കാണിക്കുന്നെന്ന് ആരോപിച്ചാണ് ട്രംപ് നികുതി നിരക്കുകൾ ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവയാണ് ട്രംപിന്റെ നികുതി നീക്കങ്ങൾ. അമേരിക്കൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന നികുതി നേരിടുന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. അമേരിക്കയിലെ വിദേശ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. യുഎസ് നികുതി നിയമപ്രകാരം വിദേശ രാജ്യങ്ങൾ യുഎസ് പൗരന്മാർക്കോ കമ്പനികൾക്കോ അധിക നികുതി ചുമത്തുന്നുണ്ടോ, കമ്പനികൾ വിവേചനം നേരിടുന്നുണ്ടോ എന്നിവ അന്വേഷിക്കാൻ യുഎസ് ട്രഷറി സെക്രട്ടറിയോട് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആപ്പിൾ, ആൽഫബെറ്റ് പോലുള്ള യുഎസ് വൻകിട കമ്പനികൾക്ക് യൂറോപ്പിൽ ഉയർന്ന ഡിജിറ്റൽ നികുതി നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ് സൂചന. 2024 കാനഡ അമേരിക്കൻ കമ്പനികൾക്ക് ഡിജിറ്റൽ സേവന നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇത് അമേരിക്കൻ കമ്പനികൾക്കെതിരെയുള്ള വിവേചനമാണെന്ന് പറഞ്ഞ ട്രംപ് നടപടിയെ എതിർത്തിരുന്നു. യുഎസിലെ വിദേശ ബിസിനസ്സുകൾക്ക് അധിക നികുതി ചുമത്തുന്നത് യുഎസിന് നേട്ടമാകും. അധികാരം ഏറ്റെടുത്ത ദിവസം തന്നെ ഒപ്പിട്ട ഓർഡറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 6 മണിക്കൂറിലകം 80 എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് ട്രംപ് പുറപ്പെടുവിച്ചത്. ഭരണകൂടത്തിന്റെ നയങ്ങൾ തിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഇതിൽ ഏറെയും. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നത് അടക്കമുള്ള ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചത്. അമേരിക്കയിൽ ഇനി ആണും പെണ്ണും മാത്രമേ ഉള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗം ഇല്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. സ്വവർഗാനുരായികൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും എതിരായ വിവേചനം ഇല്ലാതാക്കുന്നതിന് ബൈഡൻ ഭരണകൂടം കൊണ്ടുവന്ന നടപടികൾ പിൻവലിക്കാൻ ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിന് പൂർണ്ണ നിയന്ത്രണവും മേൽനോട്ടവും ലഭിക്കുന്നതുവരെ പുതിയ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ റെഗുലേറ്ററി പോസ് നടപ്പാക്കിയിട്ടുമുണ്ട്. സൈനികർക്കും പ്രത്യേക വിഭാഗങ്ങൾക്കും ഒഴികെ എല്ലാ ഫെഡറൽ നിയമങ്ങളും മരവിപ്പിച്ചിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. യുഎസ് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കുടിയേറ്റം തടയുന്നതും ലക്ഷ്യമിട്ടാണ് നടപടി. അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഖനനത്തിന് ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ സുവർണ്ണകാലം തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗം ആരംഭിച്ചത്. യുഎസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മുഖം മിനുക്കിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ ദിനവും എൻ്റെ ശരീരത്തിലെ ഓരോ ശ്വാസത്തിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. നമ്മുടെ കുട്ടികളും നിങ്ങളും അർഹിക്കുന്ന ശക്തവും സുരക്ഷിതവും സമൃദ്ധവുമായ അമേരിക്കയെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ ഞാൻ വിശ്രമിക്കില്ല. ഇത് ശരിക്കും അമേരിക്കയുടെ സുവർണ്ണ കാലഘട്ടമായിരിക്കും എന്നാണ് ഹോം പേജിലെ ട്രംപിൻ്റെ കുറിപ്പ്.